നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നിബിൻ ചേട്ടന്റെ വീടിന് മുമ്പിലാട്ടോ. ഹലോ, ഹായ് ചേട്ടാ. വെൽക്കം. ഇതിലേക്ക് വരുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു വീടിന്റെ അകത്തേക്ക് കയറുമ്പോ. ഒരു ഗ്രീനറി നിറഞ്ഞ ഒരു വീട്. വർഷത്തിന് മേളിലായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്ന ചെടികളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതല്ലേ? കിച്ചൺ തന്നെയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയാണ് കിച്ചൺ. എനിക്കും. ചേട്ടാ ഇതിനകത്ത് എത്ര രൂപയുണ്ട്? സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കുന്ന ഏതെങ്കിലും കാണിക്കുവഞ്ച് പൊട്ടിച്ചിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണെന്ന് ചോദിക്കുന്നു. ഇതൊരു 15 വർഷമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തു വെച്ചതാണ്. ഒരു 70% ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആൾക്കാരെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. കാണിക്കോ ഇവരുടെ വെഡിങ് ഫോട്ടോ. ഒരു പ്ലാൻ നല്ല രസമുണ്ടല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും അത് നന്നായിട്ട് നല്ലൊരു ഐഡിയ. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്കറിയാം ഒരു ഡോറാണ് അവിടെ അടഞ്ഞു കിടക്കുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹലോ ആൻഡ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഹോം ടൂർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, നീ എന്താ ഇവിടെ? അതെന്നെ എനിക്കും ചോദിക്കാനുള്ള. നീ എന്താ ഇവിടെ? അപ്പൊ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാലോ ഈ സംതിങ് സ്പെഷ്യലിലെ ഹോം ടൂർ, ഇന്നത്തെ ഹോം ടൂർ വളരെ സ്പെഷ്യൽ ആണെന്നുള്ളത് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നിബിൻ ചേട്ടന്റെ വീടിന് മുമ്പിലാട്ടോ. ഈ വീടെന്ന് പറയുമ്പോൾ നിബിൻ ചേട്ടന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. 1 മാസമായിട്ടുള്ള ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ അകത്തേക്ക് ചെന്നിട്ട് ഒരുപാട് സർപ്രൈസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എക്സൈറ്റഡ് ആണ്. നീ എക്സൈറ്റഡ് അല്ലേ? ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒപ്പം തന്നെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ബിക്കോസ് അറിയാലോ നിബിൻ ചേട്ടനെ. ഓക്കെ, അപ്പൊ നമുക്ക് അകത്ത് തന്നെ പോയി നോക്കാം എന്തൊക്കെയാണ് ചേട്ടൻ ഇവിടെ നമുക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. എനിക്ക് 3 വട്ടം അടിച്ചു തോന്നുന്നുണ്ട്. അവര് വിചാരിക്കും ആരാ രാവിലെ. ഹലോ, ഹായ് ചേട്ടാ. വെൽക്കം. രാവിലെ തന്നെ പിരിവിന് വന്നപോലെ വന്നേക്കാം ചേട്ടാ. മൈക്കായിട്ട് അല്ല, രാവിലെ കണി കണ്ടത് തന്നെ ഞങ്ങളെയാണോ? ഇനിയിപ്പോ ഐശ്വര്യാവോ? അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ ദിവസത്തിന് ഫുൾ ഐശ്വര്യം ഞങ്ങളുടെ കയ്യിലാ. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം. അതെ, അങ്ങനെയൊക്കെ ഇല്ലേ? ചേട്ടാ ആദ്യം തന്നെ ഒരു ക്ഷമ പറയട്ടെ. ചേട്ടൻ ഹൗസ് വാമിംഗ് വിളിച്ചപ്പോ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. വിളിച്ചില്ലല്ലോ. വിളിച്ചല്ലോ. വിളിച്ചു. അത് ഞങ്ങൾ പ്രൊഡ്യൂസർ പറഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പോവാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ തന്നെ വീടിന്റെ ആംബിയൻസും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു റൂമില്ലേ, റൂമിലാണ് ചേട്ടന്റെ എല്ലാം ഇത് എന്താണ് താഴെയാണോ മുകളിലാണോ? ആദ്യമേ ഇവിടെ നിന്നെല്ലാം കണ്ടിട്ട് പോയി. ഇവിടെ ചേട്ടന്റെ കുറെ അവാർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഉണ്ട്. വന്നപ്പോ തന്നെ എന്റെ കണ്ണ് നേരെ പോയത് എങ്ങോട്ടാന്നറിയോ? ഇവിടെ ഒരു സംഭവം കണ്ടോ? ഈ സാധനം ഇത് ചേട്ടന്റെ പ്ലാൻ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ അല്ലേ? ഉണ്ടാക്കിയതാണ്. ഇത് 6 മാസമായിട്ട് ഓപ്പൺ ചെയ്യാത്തതാണ്. ഇത് ഏറ്റവും പുതിയത്. ഇത് മിനിങ്ങാന്ന് ഉണ്ടാക്കിയതാണ്. ഇത് 1 വർഷമായിട്ട് ഓപ്പൺ ചെയ്യാത്തതാണ് ഈ ഇരിക്കുന്നത്. ഇത് 1 ഇയർ. ഇത് 1.5 years ആയിട്ട് ഓപ്പൺ ചെയ്യാത്തത്. എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല, അങ്ങനെ വെച്ചേക്കുന്ന സാധനമാണ്. ഇത് ഏറ്റവും പുതിയത്. എന്തുകൊണ്ടാണ് ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് ശരിക്കും ഇത് ഭൂമിയുടെ ഒരു ഘടനയാണല്ലോ. നമ്മള് പ്രകൃതി എന്നുള്ള ആൾക്കാരാണല്ലോ. മരമെല്ലാം വെട്ടിമുറിച്ച് നമ്മള് വീട് നാട്ടിലുണ്ടാക്കി നമ്മൾ ജീവിക്കുക. എന്നാലും നമുക്ക് ആകെ വീട്ടിനകത്ത് വെക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ കുറെ കണ്ടൻസ് ചേട്ടൻ ഇവിടെ ഇപ്പൊ കണ്ടോ വീടിന്റെ അകത്ത് തന്നെ നല്ല ഇൻഡോർ പ്ലാന്റ്സ്. ഇതിനൊക്കെ വരുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു വീടിന്റെ അകത്തേക്ക്. അപ്പൊ അവിടേക്ക് നോക്കിയാലും കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഒരു ഗ്രീനറി നിറഞ്ഞൊരു വീട്. ചെടികളോട് ഇഷ്ടമാണ്. ഞാൻ വീട് പണിയുന്ന സമയത്ത് ഈ ചെടികളൊക്കെ എന്റെ വീട്ടിൽ തന്നെ ഞാൻ 5 വർഷത്തിന് മേളിലായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്ന ചെടികളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ 1-2 പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ. ആരാണ് ഈ വീട് ഇത്രയും നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ആരായിരിക്കും അറിയില്ല. കാണേണ്ടത് ചേച്ചി രാവിലെ
എണീച്ചോ? പിന്നെ രാവിലെ എണീക്കില്ല. അല്ല ഇത്രയും ഈ സമയം നോക്കിയിട്ടാണ് പറഞ്ഞേ 8 മണിയാകുമ്പോ എണീറ്റ് 8 മണി. കാരണം ഞങ്ങളുടെയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 മണി 11 മണി ആയിട്ടേ ഇല്ല. അതെ, ഇന്ന് പിന്നെ ചേട്ടന്റെ വീട്ടിലോട്ട് വരാനായോണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എണീച്ച് ചാടിത്തുള്ളി വന്നതാണ്. എവിടെ ചേച്ചി? എവിടെ അനു ചേച്ചി? കിച്ചണില് എന്തൊക്കെ ഓ, ഞങ്ങൾക്ക് വേണ്ടി എന്തോ അതെ, ഞങ്ങള് രാവിലെ തന്നെ വന്നോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അതെ. മൈക്ക് വെച്ചോ. ഓക്കെ ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും നല്ലൊരു വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് തന്നെ ഒരു കഴിവാണ്. അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ശരിക്കും ഞങ്ങള്. നല്ല രസമായിട്ട് കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജി ഉണ്ടാകത്തേക്ക് കയറുമ്പോ തന്നെ. അപ്പൊ നമുക്കൊന്ന് കിച്ചണും കൂടി കാണാം. കിച്ചൺ കാണാം. ഇതാണ് ചേച്ചിയുടെ ഏരിയ അല്ലേ? അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും ഇതാണ് ഏരിയ. ചേച്ചിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതല്ലേ? കിച്ചൺ തന്നെയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ് കിച്ചൺ. എനിക്കും. അതിപ്പോ കേരളത്തിലുണ്ടാണ്. അതെ അതെ അതെ. ചേട്ടൻ വരും, ചേട്ടൻ മാറി നിങ്ങളെ സ്ത്രീകളെല്ലാം കൂടെ ഒന്നിക്കുമ്പോ പിന്നെ ഞാനത് റോളില്ലാത്തോ. അതെ, ഓക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു കളർ തീം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ന്യൂട്രൽ ആയിട്ടല്ലേ? അവളുടെ ചോയ്സ് ആണല്ലേ? ക്യാപ്പച്ചിനോ കളർ. ചേച്ചിയുടെ ചോയ്സ് ആയിരുന്നു. ചേച്ചി റെഫറൻസ് ഒക്കെ എവിടെന്നാ നോക്കുന്നേ? അപ്പം പിൻട്രസ്റ്റ്. ഓ, ഒരു പിൻട്രസ്റ്റ് ലേഡിയാണ് അല്ലേ? നമ്മളെ പോലെ. ഓക്കെ. ഇവിടെ ഇതാരോ ഇതാരാ? വേറൊരു ഫോട്ടോയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ചേട്ടന്റെയും ചേച്ചിയുടെയും വേറൊരു ഫോട്ടോയും ഉണ്ട്. ഇതാരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഓസ്ട്രേലിയയിലുള്ള. ഇത് നിങ്ങൾ കാശ്മീർ പോയപ്പോ എടുത്ത ഫോട്ടോ ആണോ? ഇത് എത്ര നാൾ മുമ്പുള്ളതാ? 2022. അതെ അതെ. അന്നും സുന്ദരി ഇന്നും സുന്ദരി. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കടത്തി പറപ്പിക്കാല. കേൾക്കുമ്പോ ഒരു സന്തോഷല്ലേ? അതെ, സന്തോഷിക്കാലോ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് കിച്ചണിൽ നിന്നും നമുക്ക് ആ ഏരിയയിലോട്ട് പോവാം അല്ലെ? ഏരിയയിലേക്ക് പോവാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മള് കരുതി വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പൊ ശരിക്കും പറഞ്ഞു ചേട്ടാ, ഇവിടെയാണോ ചേട്ടൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? എല്ലായിടത്തും ഇരുന്ന് ചിന്തിക്കാം. കാരണം ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആണല്ലോ. ഇവിടെ ശരിക്കും നിങ്ങൾ വന്നതുകൊണ്ടാണ് ലൈറ്റ്സ് ഇട്ടത്. ആക്ച്വലി ഒരു 7 മണി വരെ ഇതിനകത്ത് ലൈറ്റ്സിന്റെ ആവശ്യമില്ല. വൈദ്യുതി ഫാൻ മാത്രം കറങ്ങിയാൽ മാത്രം മതി. കംപ്ലീറ്റ് വെട്ടുണ്ട്. പിന്നെ ഇത് ജോൺസൺ മാഷും കട്ടൻ ചായ എന്നുള്ള ഒരു കണ്ടീഷനിൽ ചെയ്തു വെച്ചതാണ്. ഇതാരുടെ പ്ലാൻ ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഏരിയ വേണം വീട്ടിൽ എന്നുള്ളത്? ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി ഒരു 1 ഇയർ ഗുസ്തി കൂടിയിട്ട് ചെയ്തതാണ്. 1 ഇയർ ഗുസ്തി കൂടി? അതെന്തിനാ? അല്ല, ഡിസ്കഷൻ വേണ്ടേ? ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ഒരു വാഷ് ബേസിൻ, ചായ കുടിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മുഖമൊക്കെ കഴുകുന്ന ഒരു ക്രേസി ഐഡിയ എന്നേ ഉള്ളൂ. മഴ പെയ്യുമ്പോ നമ്മള് വെള്ളം ഇങ്ങനെ വീഴണ്ടേ? പണ്ട് നമ്മൾ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അടിപൊളിയാട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതെ, ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കിളിയൊക്കെ വരും ഇതിൽ വന്ന് കയറും. ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ഇതൊരു കിളിക്കൂടൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇടയ്ക്ക് തുറന്നു കൊടുത്തത്. അത് അടിപൊളിയായി. കഴിഞ്ഞ ദിവസം തത്ത വന്നായിരുന്നു. ആണോ? തത്തയുണ്ട്, ഒരുപാട് തത്തയുണ്ട് ഇവിടെ. നമുക്കൊന്ന് കാണാൻ പരുന്തുണ്ട്, തത്തയുണ്ട്. മറ്റേ ഇതുണ്ടോ? ഒരു തൊപ്പിക്കിളിയുണ്ട്. അതൊക്കെ ചില എനിക്ക് തോന്നുന്നു ഈ ദേശാടന കിളികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയ കിളി എന്തൊക്കെയോ ചില വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ലാത്ത ചില കിളികൾ ഇതിനകത്ത് വരുന്നല്ല, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാറുണ്ട്. അവരെല്ലാം ഇതിനകത്ത് പിടിച്ച് കയറ്റണം. ഇവിടെ അപ്പൊ ഒരു ഫുൾ ഭയങ്കര പോസിറ്റീവ് എനർജി ഇറങ്ങിയിട്ടുള്ള സ്ഥലം അല്ലേ? ഓക്കെ. ഒരു മിറർ ഉണ്ട്. അതെ, മിററിൽ നമുക്ക് ഇങ്ങനെ നോക്കാം അല്ലേ? മിററിൽ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിട്ട് പോകാം. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. കഴിച്ചാൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, നിന്ന് കഴിക്കുന്നെങ്കിൽ നിന്ന് കഴിക്കാം. തന്നെ ഇരുന്ന് ഓക്കെ. ഇതാണോ ചേട്ടന്റെ വർക്കിംഗ്? ഇത് CCTV ഇത് ഇവളുടെ ആണോ? അവളുടെ സ്പേസും ചേച്ചി കാര്യങ്ങളൊക്കെ. എന്താ ഇപ്പൊ ചെയ്യുന്നേ? ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടല്ലേ? ബർത്ത്ഡേസ് കാര്യങ്ങളൊക്കെ അടിപൊളി. പരിപാടികൾ, കുട്ടികളുടെ പരിപാടികളാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു സാധനം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണോ നീ നോട്ടീസ് ചെയ്തേ? ചേട്ടാ, ഇതിനകത്ത് എത്ര രൂപയുണ്ട്? ആദ്യം തന്നെ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കുന്ന ഏതെങ്കിലും കാണിക്കവഞ്ച് പൊട്ടിച്ചിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണെന്ന് ചോദിക്കുന്നത്. ഇതൊരു 15 വർഷമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തു വെച്ചതാണ്. അതായത് നമ്മളിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പോക്കറ്റിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു 20,000 18 to 20,000 ഉണ്ടാവും അത്. ഓ, ഞാനൊക്കെ എവിടെയെങ്കിലും അവിടെ ഇവിടെ വലിച്ചെറിയും. ഇത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇത് കൈയിട്ട് വാരി എടുത്തോണ്ട് പോകണം, കാരണം ഈ ഗ്ലാസ് പൊട്ടിപ്പോകും. ഓരോന്നായിട്ട് എടുക്കണമായിരിക്കും അല്ലേ? അല്ല, ഇത് പൊക്കി എടുക്കാൻ പറ്റില്ല.
നല്ല വെയിറ്റ് ആണ്. ആണല്ലേ? ഇത് കൊള്ളാം, പക്ഷെ ഇതൊരു ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ട് ഇരിക്കുന്നു. അതെ, അത് മാത്രല്ല വരുമ്പോ തന്നെ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇവരൊക്കെ ചോദിക്കാറുണ്ടോ ഇതെല്ലാം ചോദിക്കും. ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത് ഏത് കാണിക്ക് വഞ്ചി പൊട്ടിച്ചാന്നാ ചോദിക്കുന്നത്. എത്ര രൂപയുള്ളതായിരിക്കും ചോദിക്കുന്നത്, എത്ര പൈസ ഉള്ളതായിരിക്കും ചോദിക്കുന്നത്. ചേട്ടാ ഇത് ഫുൾ ചേട്ടന്റെ അവാർഡാണല്ലേ? ഏത് അവാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്? അവാർഡെന്നൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഞാനിത് ഫസ്റ്റ് എന്റെ കയ്യിൽ ഒരാള് തരുന്നത് ഇത് ഈ ഇരിക്കുന്നതാണ്. ഈ അവാർഡ് അല്ലേ? ഇന്ററാക്റ്റീവ് എന്റർടൈനർ എക്സലൻസ് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഫ്ലോറിഡയിൽ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന അവാർഡ്. ഇതാണ് ചേട്ടന്റെ ഫസ്റ്റ് അവാർഡ് അല്ലേ? അവാർഡ് എന്നുള്ളതല്ല, നമ്മള് ആ ഒരു അവാർഡ് അത് ആ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് അവാർഡ് USA വെച്ച് കിട്ടിയപ്പോ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ. കലാകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ എനിക്കൊരു അവാർഡ് തരാനായിട്ട് എനിക്ക് എന്റെ വിസ, ടിക്കറ്റ്സ്, കാര്യങ്ങളെല്ലാം എടുത്ത് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ സ്റ്റേജിൽ ആദരിച്ച് എന്നെ തിരിച്ചു വിട്ടു എന്ന് പറയുന്നതിന് അത്ര വലിയതൊന്നും അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മൊമെന്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബില് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചേട്ടന്റെ വീഡിയോസ് നിരന്തരമായിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകരും ഉണ്ടല്ലോ അല്ലെ? യൂട്യൂബിൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫീല്? അതൊക്കെ പിന്നെ ആ രസമല്ലേ, നിങ്ങളെക്കാട്ടിലൊക്കെ ഫോളോവേഴ്സ് ഉള്ള എന്നെക്കാട്ടി ഫോളോവേഴ്സ് ഉള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും, എനിക്കറിയാം. അത്ര വരെ ഒന്നും എത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ ഒരുപാട് അവാർഡ്സ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് അവിടേക്കും കൂടി ഒന്ന് പോയി നമുക്ക് എല്ലാരെയും ഒന്ന് ഈ അവാർഡ്സ് എന്നുള്ളതല്ല, ഓരോരോ ആദരവ്, അല്ലാതെ ഞാനിങ്ങനെ അവാർഡുകൾ എന്നുള്ള രീതിയിലൊന്നും അങ്ങനല്ല. ഒരു പ്രോഗ്രാം മൈൽ സ്റ്റോൺ 1 ഇയർ സെലിബ്രേഷൻ നമ്മുടെ എം ഫാമിലി അല്ലേ? അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആക്ച്വലി ചേട്ടൻ ഞങ്ങളുടെ മൈൽ സ്റ്റോണിലെ ഫാമിലി മെമ്പർ ആണ്. അതുകൊണ്ടാണല്ലോ ഹൗസ് ഫാമിലിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതെ വിളിച്ചില്ലെങ്കിലും വലിയ കയറി വന്നത് രാവിലെ അത് മെയിൻറ്റെയിൻ ചെയ്തു. അതെ ഇപ്പൊ സെറ്റായി, ഇപ്പൊ സന്തോഷമായി. ഇപ്പൊ മനസ്സിലായില്ലേ, വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വലിയ കയറി വരും, കാരണം ഞങ്ങൾ ഫാമിലി മെമ്പർ ആണ്. മൈൽ സ്റ്റോണെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷാൽബിന് ഹന്നയോട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ എളുപ്പം വിളിക്കാത്തത്. നേവിയുടെ പ്രോഗ്രാമിന് പോയപ്പോ അവര് ഗിഫ്റ്റ് ചെയ്തതാ. ഓ നല്ല ഭംഗിയുണ്ടല്ലേ? അതിനു മുന്നേ എനിക്ക് ഇവിടുത്തെ സോഫ ഇതൊക്കെ ഇതെല്ലാം പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് നമ്മള് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ഞങ്ങൾ നോക്കുന്നത്. ബഡ്ജറ്റ് നോക്കണമല്ലോ. ഒരുപാട് എല്ലാം സ്പേസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. ഈ ഹാളിന്റെ അകത്തും ഇങ്ങനെ ഒരു ഗാർഡൻ ഏരിയ വേണം എന്നുള്ളത് ചേട്ടന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരു പോസിറ്റിവിറ്റി. അല്ല നമുക്ക് നല്ലതല്ലേ, ഇങ്ങനെ എല്ലാം ലൈവ് പ്ലാന്റ്സേ ഉള്ളൂ, ഒന്നും പ്ലാസ്റ്റിക് സാധനങ്ങളില്ല. ഇതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വൈകുന്നേരങ്ങൾ അതിനെ സ്നേഹിച്ചങ്ങ് പോകുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതെ അതുകൊണ്ട് ചെയ്തതാ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചാല് അതൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി അടുക്കി ഓർഗനൈസ് ചെയ്ത് അവളുടെ പരിപാടിയാണ്. എന്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് എടുത്തേക്കില്ല. ഞാൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചു ഇത് ആരാണ് ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ ഒറ്റ വാക്കി പറഞ്ഞത് ചേച്ചിയുടെ പേര് തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കോലാഹലം ഉണ്ടാവും. ഈ സ്റ്റെപ്പും ഭയങ്കര ഒരു യുണീക്ക് ഐഡിയ ആണ്. ഇത് കരിന്തകര എന്ന് പറഞ്ഞിട്ടൊരു വുഡാണ്. ആ വുഡ് വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ഇതേപോലത്തെ ഒരു സ്റ്റെയർ ഞാൻ ഒരു വീട്ടിൽ കണ്ടു. ഇവിടെ അല്ല, പുറത്ത് കണ്ടതാണ്. സെയിം സാധനം ഞാൻ ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അത് തന്നെ വന്നു. അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. സ്റ്റോർ റൂം കണ്ട ഞെട്ടി പോകുന്നതാണ് പറഞ്ഞത്. ഷോസിന്റെ സാധനങ്ങള്, ഫ്ലൈ കേസുകള്, പിന്നെ അങ്ങനെ ഇങ്ങനെ ചപ്പ് ചവറുകളെല്ലാം വെച്ചിരിക്കുന്നത്. മൊത്തത്തിലൊന്ന് കാണാം. അതെ ഇവക്ക് അല്ലെങ്കിൽ ചപ്പ് ചവറുകളാണ് കൂടുതൽ ഇഷ്ടമാണ്. ഹായ് ഇതാണ് ബെഡ്റൂം അല്ലേ? ഇത് കൊള്ളാട്ടോ. നിങ്ങളായിട്ട് ഇരുന്നോ? അപ്പൊ അതൊരു ഞങ്ങള് കുറച്ച് വിശ്രമിക്കും. അതെ ഇനി ഞങ്ങള് കുറച്ചു നേരം വിശ്രമിക്കട്ടെ. ഇതൊരു പിന്നെയും ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണല്ലേ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബ്ലൂ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ തീം ആണ് അല്ലെ? എല്ലായിടത്തും ഒറ്റ കളറേ കൊടുത്തിട്ടുണ്ട്. ഒരു കാപ്പച്ചിനോ കളർ. അതായത് അതിന്റെ പാനൽസ് മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ വാളിൽ വേറെ പെയിന്റുകളോ ടെസ്റ്റേഴ്സോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഇല്ലുസ്ട്രേറ്ററിൽ വരച്ചതാണ്, ഞാൻ തന്നെ ചെയ്തതാ. അപ്പൊ അത് ഫ്രെയിം ചെയ്തു, ഫിറ്റ് ചെയ്തു. ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് വിശ്രമിച്ചു കഴിഞ്ഞോ കുട്ടി? അതിവിടെ ഇരുന്ന് ഇഷ്ടം. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റോർ റൂം കാണിച്ച അപ്പൊ തന്നെ അടച്ചോണം. അതെ
ചെറിയൊരു ഇതാണോ സ്റ്റോർ റൂം? കാണാം. അതിനകത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കല്ലേ എന്നൊക്കെ. ഞാൻ ഇതിനകത്ത് നമ്മൾ ആരും കാണാണ്ടാത്ത കാര്യങ്ങളാണ് മറച്ചു വെച്ചേക്കുന്നത്. പെട്ടെന്ന് തുറക്കും അടയ്ക്കും. ഓക്കെ, പെട്ടെന്ന് കണ്ടോ? Guys, വരൂ നോക്ക്, ദേ നോക്ക്. ഇവിടെ ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന നല്ല ഫോട്ടോ അല്ലേ ഇത്? ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഇതാണ്. അതൊക്കെ എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലമില്ല. കിട്ടിയേക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്. ഇവിടെ ചേട്ടന്റെ കുറെ സ്യൂട്ട് കേസ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലേ, കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് വാരി വലിച്ചിടേണ്ട സാധനങ്ങള്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നു. എല്ലാം വേണമല്ലോ. അതെ ശരിയാണ്. അപ്പൊ ഇതായിരുന്നു ബുക്സും എല്ലാം ഉണ്ട്. അതായിരുന്നു അടച്ചോട്ടെ വിത്ത് പെർമിഷൻ. വിത്ത് അവർ പെർമിഷൻ. ഓക്കെ, ഇതാണ് അപ്പൊ ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഇതുണ്ടോ, ഇത് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത്രയും വെട്ടം ഉണ്ടാവും. ഇതിപ്പോ ഞാൻ വെറുതെ ഇട്ടതാണ്. ഇത് ലൈറ്റ്സ് ഓഫ് കടന്നു. ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും. ശരിക്കും ഇല്ല, മൊത്തത്തിൽ ഒരു വെട്ടവും വെളിച്ചത് ഈ ഇവിടേക്കും വരാട്ടോ. ഇവിടേക്ക് വന്നാലും വാഷ്റൂം ആണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പറ്റിയൊരു വീടാണ്. അതെ. ലൈറ്റിംഗ്, എക്സ്ട്രാ ലൈറ്റ് ഒന്നും വേണ്ട. ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഒരു കർട്ടൻ തുറക്കുക, 2 വീഡിയോ എടുക്കുക. ഇവിടെ 2 മിനിറ്റ് ആലോചിക്കുന്ന വീഡിയോ എടുക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട് കാണാം. അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് തുറക്കാറില്ല. അല്ല, അത് കൺസ്ട്രക്ഷൻ തീർന്നോണ്ടിരിക്കുകയാണ്. ഇതും നല്ല രസമുള്ള ഒരു റൂമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. എനിക്ക് മിററിന്റെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോവാലോ. ചേട്ടന്റെ എല്ലാ കുതന്ത്രങ്ങളും ചേട്ടൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥലം, ചേട്ടന്റെ സ്റ്റുഡിയോ. ഇവൾ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയുണ്ടോ, നിനക്ക് പേടിയുണ്ടോ? എന്നെ കണ്ടിട്ടാണോ പേടിയാന്ന്? അല്ല, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ശരിക്കും എന്തായാലും ഞെട്ടും, നിബിൻ ചേട്ടൻ എന്തൊക്കെയോ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അതാണ് ഇവർക്ക് അല്ലെങ്കിൽ ഒന്നും മനസ്സിലിരിക്കില്ലാത്ത ഒരാളാണ്. ഇനിയിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ചേട്ടാ, ഇതൊക്കെ ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഒക്കെ നീ ശ്രദ്ധിച്ചോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് വെച്ചിരിക്കുന്നത്. അതൊരു യൂണിക് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരുടെയും ഫാമിലി, ഫ്രണ്ട്സ്, അത് ഏറ്റവും ഒരു 70% ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആൾക്കാരെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. സൂം ചെയ്ത് കാണിക്കോ ഇവരുടെ വെഡിങ് ഫോട്ടോ. എത്ര കൊല്ലം? എത്ര കൊല്ലം? 15 വർഷം മുന്നത്തെ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മുടെ സുരാജേട്ടനുണ്ട്, അസീസൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അത് ഞങ്ങൾ US യാത്രയല്ലേ. ഇത് കൊള്ളാട്ടെ. മൊത്തം ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇവര് 2 പേരും ഇൻഡിവിജ്വൽ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് ഒരു പ്ലാൻ നല്ല രസമുണ്ടല്ലേ. രസമായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും അത് നന്നായിട്ടുണ്ട്. നല്ലൊരു ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സെയിം താഴത്തെ സോഫയുണ്ട്, ഒരു പാറ്റേണിലുള്ള ഒരു സോഫ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എനിക്കറിയാലോ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാലോ, ചേട്ടനാണെങ്കിൽ പ്ലാന്റ്സിനോടുള്ള ഒരു ആത്മബന്ധം. ഇവിടെയും ഉണ്ട് ഒരു പ്ലാന്റ് അല്ലേ. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്കറിയാം ഒരു ഡോറാണ് അവിടെ അടഞ്ഞു കിടക്കുന്നത്. ആ ഡോറിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഇവിടെയാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലെ, ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് നമ്മൾ വെറുതെ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതില് മുന്തിരിങ്ങ ഉണ്ടാവും എന്റെ വിശ്വാസം. എന്നാ അപ്പൊ വരെ മുന്തിരിങ്ങ ഉണ്ടായി. ഇവിടെ മറ്റേ വണ്ടൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ, മറ്റേ ഈ മുന്തിരിയിലൊക്കെ ഇരിക്കുന്ന വണ്ടില്ലേ. ആമസോൺ കാർഡുകളുടെ സ്പെഷ്യൽ വണ്ടാണത്. ചുമ്മാ പറഞ്ഞാണ്. ചേട്ടന്റെ കാര്യമായോണ്ട് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ ചിലപ്പോ അവിടെ നിന്ന് വണ്ടിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. സീരിയസ് ഒക്കെ എടുക്കും ചെയ്യും. അതെ, ഇവിടെ എന്താ റൂമാണോ? ഒരു റൂം, ബെഡ്റൂം. ഓക്കെ, അപ്പൊ മോളില് ഒരു റൂമേ ഉള്ളൂ. അത് നമുക്കൊന്ന് കാണാനൊന്നും ഇല്ല, ജസ്റ്റ് ക്യാമറാസും മറ്റു ഇവിടെയാണ് ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ റിംഗ് ലൈറ്റ് ഉണ്ട്, വെച്ചു. സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നൊന്നല്ല. ആണോ, ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒരു ഗസ്റ്റ് റൂം പോലത്തെ ഒരു റൂം ഉണ്ട് ഇവിടെ. അതുപോലെ ഇതിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അവിടെയും കൂടി ഒന്ന് കാണാം. അവിടെ ഒരു ടെറസ് ഏരിയ തോന്നുന്നുണ്ട് അല്ലേ. ഞാനൊരു വീട്ടിലൊക്കെ പോയി കഴിയുമ്പോ ആദ്യം നോക്കുന്നത് അവിടുത്തെ ഈ ലൈറ്റ്സും അതൊക്കെയാണ്. അപ്പം ഇവിടെ വന്നപ്പോ തന്നെ എന്റെ കണ്ണ് ഈ ഒരു ഫ്ലോറിൽ വന്നപ്പോ നേരെ പോയതാ ഈ ഒരു ലൈറ്റിലേക്കാണ്. നിന്റെ കണ്ണും കൂടെ പോയത്? എന്റെ കണ്ണ് പോയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇവക്ക് പണ്ട് പൈസേനോടാണ് കൂടുതൽ. ഈ ലൈറ്റ്സ് അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇവിടെയാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. ഇത് പിൻട്രസ്റ്റ് ആണോ? അല്ല, പിൻട്രസ്റ്റ് അല്ല. നമ്മള് വീടിന്റെ ഒക്കെ കുറെ റെഫറൻസ് എടുത്തു കഴിയുമ്പോഴത്തേനും ഇപ്പോഴത്തെ പുതിയ വീടുകൾക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച്
ഇത് ആക്ച്വലി ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇടാതെ തന്നെ ഇത് ഭയങ്കര ഭംഗിയാണ്. Light കൂടി ഇട്ട് കഴിയുമ്പോ ഒരു റിച്ച് ലുക്ക് ആണ്. ഇതിന് ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവും? 19,500. ഓക്കെ 19,000. പക്ഷെ കണ്ട ഒരു 2 lakh 3 lakh ഒക്കെ തോന്നും അല്ലേ? അത്രയൊക്കെ വേണോ? ഇല്ല നല്ല ഗൈസ് നിങ്ങൾ പറയണം, നല്ല ഭംഗിയിരുന്നു അങ്ങനെ കാണാനായിട്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം ഈ വീട്ടിനകത്തില്ല. ഇല്ല നമുക്ക് ഓരോന്നിന്റെയും ഗുണമോ മെച്ചം വിലയോ തുച്ഛം അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ ലൈറ്റിങ്സ് ഒക്കെ വീട്ടിലുള്ളത് ശരിക്കും നല്ല രസമാണ്. എല്ലാരും പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. ഇത് രാത്രി ആയാലേ ഭംഗിയുള്ളൂ. കാരണം ഇതിപ്പോ നാച്ചുറൽ ലൈറ്റ് ആണ് കംപ്ലീറ്റ് കിടക്കുന്നത്. ഇതിപ്പം സ്പെഷ്യലി ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടത് ഇതിനു വേണ്ടി ഓൺ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ രാത്രി ഇട്ട് കഴിഞ്ഞാലാണ് ബാക്കി എല്ലായിടും നല്ല രസമായിരിക്കും. ഇതിന്റെ ക്രിസ്റ്റലിന്റെ ഇത് തിളക്കമൊക്കെ വരും. മൊത്തത്തിലൊരു ഇരുട്ടായിട്ട് പിന്നെ ലൈറ്റ് വരുമ്പോ ഒരു പ്രത്യേക രസമായിരിക്കും. ലൈറ്റ്സ് എല്ലാവരും അങ്ങനെയാണല്ലോ. അതെ, ലൈറ്റ്സ് വരെ വെളിച്ചം വരാനല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ 5 പൈസ ബുദ്ധിയില്ലേ കുട്ടിക്ക്? ഇവിടെ നിന്ന് അങ്ങനെ ഇട്ടല്ലോ. സ്റ്റെയർ കേസ് ഇടുമ്പോ തോന്നിയായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ അല്ലെ? ഇവിടെ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നല്ല റബ്ബർ തോട്ടങ്ങൾ. റബ്ബർ അല്ലേ അത്? ചുറ്റും ഒരു ചെറിയ നിങ്ങളെ ചുമ്മാ ഇതിപ്പോ ഈ കൗതുകങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാണിക്കുന്നതാണ്. ഈ സ്റ്റെയർ കണ്ടിട്ടുണ്ടോ? ഇത് മറ്റേ വാട്ടർ ടാങ്കിലോട്ട് പോകുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കണ്ടിട്ടില്ല. നീ കേറിക്കോ. ഓക്കെ, എന്നിട്ട് നിനക്ക് നീ കേറടി. വെറുതെ ഇരിക്കല്ലേ? ഓ അടിപൊളി. അയ്യോ, കയറി പോണം. ഇതിന്റെ ഐഡിയ ഇപ്പൊ ആരുടെയാണ്? ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത് വെച്ച് അടിച്ചു മാറ്റിയതാ. നമ്മളത് ഇല്ലില്ല, നമ്മള് കണ്ടു. അതെ. ഓക്കെ, ഇത് കൊള്ളാട്ടോ. ഇതെന്തായിരുന്നു? ഓ, ഇത് ചുമ്മാ ഒരു വൈകുന്നേരമൊക്കെ വെറുതെ ഇരിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് chill ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോ ഇവിടെ കുറച്ചുകൂടി രസമായിരിക്കും. നല്ല കാറ്റും. ഇപ്പൊ കൊള്ളത്തില്ല, രാത്രിയാകുമ്പോ നല്ല ഭയങ്കര രസം. വെയിലാണ്. പിന്നെ നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നിബിൻ ചേട്ടന്റെ സ്റ്റുഡിയോ റൂം അല്ലേ? ചേട്ടൻ ഈ റൂമിന് എന്ത് പേരാ ചേട്ടൻ വിളിക്കുന്നത്? മൾട്ടി പർപ്പസ്. എന്റെ എല്ലാ കാര്യങ്ങളും വിരിയുന്നത് ഇതിനകത്താണ്. ഓക്കെ, അപ്പം മൾട്ടി പർപ്പസ് റൂം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് നിബിൻ ചേട്ടന്റെ മൾട്ടി പർപ്പസ് റൂമിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, വരൂ ഗൈസ്. ഹായ്, വേറെ തന്നെ ഒരു ലോകം അല്ലേ? കാരണം അത്രയും നേരം നമ്മൾ കണ്ട ഒരു ലൈറ്റും ഫുൾ കളറാ. ഇത് ഫുൾ കളർ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇതിന്റെ ഒരു തീം എങ്ങനെയാ ചേട്ടാ? ചേട്ടൻ ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഓരോ കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്തതാണ്? നമ്മളിപ്പോ ഇതിനകത്ത് കൂടുതലും നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടും അതുപോലെ അതിന്റെ ടോക്സ് ഒക്കെ പോകുമ്പോ അത് അതിന്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇവിടെയോ? ഇവിടെ ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും ശരിക്കുമുള്ള ബ്രിക്ക് ആണെന്ന്, പക്ഷെ അല്ല, വാൾപേപ്പർ ടെക്സ്ചർ അതാണല്ലേ? വാൾപേപ്പർ. നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം, ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി ഒരു. ഓ, ഇവിടെ നിബിൻ ചേട്ടന്റെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ഫോട്ടോസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ എന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ന്യൂയോർക്കിൽ പോയ സമയത്ത് ഇതാണ് മെന്റലിസം എന്ന് പറയുന്ന ആർട്ടിനെ തിയേറ്ററിക്കൽ ഫോം ആയിട്ട് കൊണ്ടുവന്നതല്ലേ? ഡെറൻ ബ്രൗൺ എന്ന് പറയും. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ മൊമെന്റ് എടുത്തതാണ്. അതാണല്ലേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഈ റൂമിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെയുള്ള ഫോട്ടോസ് കാണാം. എന്റെ കണ്ണ് പെട്ടെന്ന് പോയത് എവിടേക്കാ? നമ്മുടെ ലാലേട്ടനുണ്ട്, ചാക്കോച്ചനുണ്ട്, പരിപാടി. ഇത് നമ്മുടെ മൈൽസ്റ്റോണിന്റെ പരിപാടിയാണ്. നമ്മള് ചാക്കോച്ചൻ വന്നപ്പോ ചെയ്തിരുന്ന പരിപാടി. അതെ, ഇവിടെ സുരാജേട്ടൻ ഉമ്മ തരുന്ന ഫോട്ടോ ഉണ്ട്. സുരാജേട്ടനായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഒന്നിച്ച് കുറെ വർഷങ്ങളായിട്ട് ഷോകളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നല്ലൊരു ബോണ്ടാണ് അല്ലെ? ഇവിടെ നമ്മുടെ ടൊവിനോ ചേട്ടനുണ്ട്, രാജുവേട്ടനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ കണ്ടിട്ട്? അടിപൊളിയല്ലേ? അതെ, ഇഷ്ടപ്പെട്ടു. ബ്രില്യൻസ്. ഓ, ഡയറക്ടറി. അതെ, ഡയറക്ടറി ബ്രില്യൻസ്. ഓക്കെ, അപ്പം ഇതൊക്കെ
ചേട്ടന്റെ പ്രിയപ്പെട്ട എനിക്ക് നല്ല മൊമെന്റുകൾ കിട്ടിയ ഫോട്ടോസ് ആണ്, ഞാൻ അത് എടുത്തു വെച്ചു. ഒറ്റ ഫ്രെയിമിലാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നില്ലേ, ഓഫ് ഞാൻ ഭയങ്കര സംഭവമാണ്. അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ഇതിനെക്കാട്ടും മുകളിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഇത് കണ്ടിട്ട്. അതെ, ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ ഇങ്ങടേക്ക് വരുമ്പോ ഇതാണ് ചേട്ടന്റെ എല്ലാ കുതന്ത്രങ്ങളും ഉള്ള അല്ലേ. ഞാൻ മൊബൈലല്ല കൂടുതൽ ഉപയോഗിക്കുക, ഞാൻ സിസ്റ്റമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്താ ചേട്ടാ, അതൊക്കെ ഓരോ ബുക്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നു. പിന്നെ ഒരു ക്രൈസി, ഇതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിയ ക്യാമറയാണ്, സോണിയുടെ ക്യാമറ. സ്പെഷ്യൽ. അതിപ്പോ വർക്ക് ചെയ്യല. പിന്നെ ഇത് കണ്ടോ, റുബിക്സ് ക്യൂബ് എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണെന്നൊക്കെ. റുബിക്സ് ക്യൂബ് മാത്രമല്ലല്ലോ, ഇതിനകത്ത് എങ്ങനെ ഇത് കേറി നോക്കി. അതെങ്ങനെ കേറി? കഴിച്ചു തന്നെ വന്ന് കേറിയതാ ഇത്. കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ സത്യം പറയട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ലോജിക്കൊന്നുമില്ല. അപ്പൊ അല്ലെ അത് ഓക്കെ, എനിക്ക് ലോജിക്കുണ്ട്. ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അത് ഇപ്പൊ ചേട്ടാ ഇതെങ്ങനെ ഉരുക്കി ഒഴിച്ചോ? നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത. എന്നാലും എങ്ങനെ ചെയ്തത്? ട്രാൻസ്പെറന്റ് ഗ്ലാസിനകത്ത് നമുക്ക് ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? എന്നാലും ഇത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസം വളരട്ടെ. എന്നാലും ചേട്ടാ ഇത് പറയുക, ഇത് എങ്ങനെയാ? ഇത് അറിയാവുന്നവര് കമന്റ് ബോക്സിൽ പറയുക. കാരണം ഞങ്ങൾക്ക് എന്തായാലും കുറെ ആലോചിച്ചിട്ടൊന്നും എന്റെ ബുദ്ധിക്ക് ഇത് വർക്കായില്ല, ഇവൾക്ക് പിന്നെ ബുദ്ധിയേ ഇല്ല, ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ചേട്ടാ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ ഒരു പെട്ടി കണ്ടോ? രാമാട പെട്ടി അല്ലേ? അതെ, ആ പെട്ടിയിൽ എന്താണ്? അതൊക്കെ ഓരോ ഷോസിന്റെ തീമിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന പെട്ടികളാണ്. അപ്പൊ അതിനകത്ത് ഓരോ അതിന്റെ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് അതിലേക്കൊന്നും പറയാനില്ല. ഇല്ല, ഓക്കെ. കാരണം ഞാൻ കുറച്ച് മിസ്റ്ററി ആർട്ടുകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ടൈപ്പ് ഔട്ട് സാധനങ്ങൾ ഇരിക്കുന്നു. ഇവിടെ പിന്നെ ഇതെന്താണ് ചേട്ടാ, വെയിങ് മെഷീൻ ആണോ? വെയിങ് മെഷീൻ അല്ല, അത് ഞങ്ങളുടെ ജാനുവെടുത്തിയാ. ജാനുവെടുത്തിയോ? ഷൂട്ടിന് യൂസ് ചെയ്യുന്ന ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓട്ടോ റോബോട്ടാണ്. ഓക്കെ, റോബോട്ട് ഉണ്ട് ഗൈസ് വീട്ടിൽ അല്ലേ? ഞാൻ എന്നെ പേരിട്ട് കൊടുത്തേക്കും, ജാനുവെടുത്തി എന്നാണ് ചേട്ടൻ ഇതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത്. അതൊരു തമാശക്ക് പറഞ്ഞ കേട്ടോ, അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തേക്കില്ല. അല്ല സീരിയസ് ആക്കി എടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ റൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് അറിയോ? അങ്ങോട്ട് നോക്കൂ. ഒരു ഭയങ്കര ഒരു പേസ്റ്റൽ കളർ ഷെയ്ഡില് അത് ഒരു ഭയങ്കര വേറെ പുറത്തൊക്കെ ഒരു ആംബിയൻസ് അല്ലേ? അതെ, ഇത് ഈ ഒരു ലാംപ്സിന്റെ ഒക്കെ വരുമ്പോ പെയിന്റിംഗ് ആണ്, ക്യാൻവാസിൽ ചെയ്തതാണ്. പക്ഷെ ഇത് മിഡ് ജേർണി എന്ന് പറയുന്ന AI-ല് പ്രോംപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതായത്. ഓ, ഇതിനെന്തെങ്കിലും തീം നിങ്ങൾക്ക് അതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പറയാം. ഒരു കുട്ടി നോക്കുന്നു ആകാശത്തോട്ട്. അല്ല, അത് അങ്ങനെയല്ല കാണട്ടെ. ഒരു കുട്ടി നോക്കുന്നു എന്നുള്ളതിന് മനസ്സിൽ ആ ഇമേജിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു, അതാണ് നിങ്ങൾക്ക് ആ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തെടുക്കാൻ കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ. എനിക്ക് അതിനകത്ത് ഒരുപാട് ഡ്രീം ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു അല്ലേ, ഓരോരുത്തർക്കും ഓരോന്നാണ് വരിക. അപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോ 4 എണ്ണവും ഞാൻ എടുത്തങ്ങോട്ട് ചെയ്തു. ഒരു ലേ ഔട്ട് പോലെ ചെയ്തു. രസമുണ്ട് എന്ന് വെച്ചാൽ ശരിയാ, ചേട്ടൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എനിക്ക് ലൈറ്റ്സും ഇതൊക്കെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഈ പേസ്റ്റൽ ഷെയ്ഡിൽ ഇങ്ങനെ വന്ന എനിക്കൊരു ഹാപ്പിനെസ് കിട്ടി. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ അവർക്കും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഡ്രീം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പോലെ തോന്നി. ആ കുട്ടി നിഗൂഢതയിലേക്ക് നോക്കി നിൽക്കുന്നത്. എന്തും പറയാം. അതെ, എന്തും വേണമെങ്കിലും പറയാം. അതെ, എന്തും പറയാം. ഇവിടെ എന്തും ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടേക്ക് നോക്കുമ്പോൾ അത് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് കംപ്ലീറ്റ് ത്രെഡ് ആണ്. ത്രെഡ് ആണ്. ശരിയാട്ടോ, ഇതിനകത്ത് ഫുൾ ത്രെഡ്. ഒരു കോവിഡ് കാലത്ത് ഒരാൾ ഗിഫ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും ആ ഒരു എഫേർട്ട് ഒക്കെ അല്ലേ? 3 days എങ്ങാണ്ട് എടുത്തിട്ട് ചെയ്തതാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇങ്ങടേക്ക് വരുമ്പോ നമ്മൾ ഇവിടെ ഒരു പേസ്റ്റ് കളറാണ് കണ്ടെങ്കിൽ ഇവിടെ ഒരു യെല്ലോയിഷ് കളറില്. അതെ, അപ്പൊ അതിൽ ഇതിന്റെ ഒരു മെന്റലിസം പോലെയുള്ള ആർട്ടുകൾ ഇങ്ങനത്തെ രീതിയിലായിരുന്നു ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരുന്നത്. അതായത് കണ്ടു കഴിയുമ്പോൾ അറിയാം, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് മാജിക് പോലെ ഭയങ്കര പ്രേത ഭൂത പിശാചികളുടെയൊക്കെ ഒരു രീതിയിലുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ ആളുകളാണ് ഇത് പെർഫോം ചെയ്തിരുന്നതെന്നുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അന്നത്തെ കാലത്ത്. ഇത് ഭയങ്കര മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ, സ്കിസോഫീനിയ ഒക്കെ പോലുള്ള രോഗങ്ങളെ കുറിച്ചിട്ടൊന്നും ആരും സൈക്കോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാത്ത കാലത്ത് ഈ പ്രേതങ്ങളെ കണ്ടു, കേൾക്കാത്ത ശബ്ദങ്ങൾ കേട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത് പ്രേതം ഭൂതമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പം അതിനെ ഇതേപോലെയുള്ള
പോസ്റ്റേഴ്സ് നമ്മൾ കാണുന്ന സമയത്ത് ഇവരിങ്ങനത്തെ ആളുകളാണ്, ഇപ്പം ഇവരെ കൊണ്ട് പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പോയി. പക്ഷേ ഇതൊരു പ്യുവർലി ആർട്ട് ഫോമാണ്. പക്ഷേ ആ ഒരു സാധ്യതയെ കലയായിട്ട് അവതരിപ്പിച്ചിരുന്നതാണ് ഇവർ കുറേ ഒരു 50% ആളുകൾ അത് ആർട്ടാണെന്ന് പറയുന്നു, 50% എനിക്ക് എന്തോ ഒരു എബിലിറ്റി ഉള്ള ഒരാളാണ് എന്ന് ക്ലെയിം ചെയ്യുമായിരുന്നു. ഇന്ന് ആധുനിക മെൻ്റലിസത്തിലേക്ക് വരുമ്പോൾ ഇവ ബഹളങ്ങളൊന്നുമില്ല. ദി ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ തോട്ട്സ് ഇതിനെ മാത്രം വെച്ചുകൊണ്ട് ഇതൊരു പ്യുവർലി ആർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഇത്. ഞാൻ ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതൊരു ആർട്ടാണെന്നും ഇതിനപ്പുറത്തേക്ക് യാതൊന്നും ഇല്ല എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആധുനിക കാലത്തിൻ്റെത് ഇങ്ങനെ കാണിച്ചു. ഇതിന്റെ ഇവിടെ guilty എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ? എന്തും എഴുതാം. ഓവറോൾ പറഞ്ഞ ഇത് ഞാൻ ക്യൂൻസ്ലാൻഡ് പാർലമെന്റ്, ഓസ്ട്രേലിയയിൽ പാർലമെന്റിൽ പോയ സമയത്ത് അവിടെ പാർലമെന്റിനകത്ത് ഇരുന്ന് എനിക്ക്, അതായത് അവിടുത്തെ ഗവർണർ ഇരിക്കുന്ന ചെയറിൽ എന്നെ ഇരുത്തിയിട്ട് അവിടുത്തെ MP ജെയിംസ് മാർട്ടിൻ അദ്ദേഹം ആയിട്ട് ഞാനൊരു ആക്ട് പെർഫോം ചെയ്തു. അന്ന് ഉണ്ടായ അദ്ദേഹം ചിന്തിച്ചൊരു വാക്കാണ് ഈ ഗിൽറ്റി. അപ്പം ഞാൻ അതൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റർ ചെയ്ത സമയത്ത് അതിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. That's interesting, അല്ലേ? Okay, അപ്പൊ നമുക്ക് ഈ റൂമിനോട് ബൈ പറയാല്ലേ? അതെ, കൊറേ നേരം സ്പെൻഡ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഒരുപാട് കുറെ നല്ല നല്ല എക്സ്പീരിയൻസ്. ചേട്ടൻ ഇവിടെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നു? കുട്ടികൾ പഠിക്കാനായിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പേഴ്സണൽ ട്യൂഷൻസ് കൊടുക്കാറുണ്ട് ഫോർ ദ മാജിക് ആൻഡ് മെന്റലിസം. ശരിക്കും മെന്റലിസം എന്ന് പറയുന്നത് പഠിക്കാൻ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു വലിയ ശാഖയാണ്. അപ്പൊ നമുക്കിനി താഴത്തോട്ട് പോവാം. കാരണം ചേച്ചി നമുക്ക് വേണ്ടി കുറെ നേരം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ചിക്കൻ കറി എന്തായി നമുക്ക് പോയി നോക്കിത്തരാം. അതുപോലെ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഈ കളർ തീം നല്ല രസമാണ് അല്ലെ? അതെ, വൈറ്റ് കളർ ഭയങ്കര രസമുള്ള ഒരു തീം തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്, ചേട്ടൻ കൂടുതൽ ഇടുന്ന ഡ്രസ്സസ്, അത് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന വീഡിയോസിൽ ചേട്ടൻ കൂടുതലും ബ്ലാക്ക് കളർ ടീഷർട്ട് ഷർട്ട്സ് ഒക്കെയാണ് ഇടുന്നത്. അപ്പോ ഈ ശരിക്കും പറഞ്ഞ ഈ വീടിന്റെ തീം വൈറ്റ് തന്നെ ഉദ്ദേശിച്ചതായിരുന്നോ? വൈറ്റ് ഇപ്പോ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. നമ്മളിപ്പോ അതിനകത്ത് ഇരുന്നപ്പോ ബ്ലാക്ക് അല്ലായിരുന്നു പെയിന്റ് ചെയ്തിരുന്നത്. ഈ വീടിന്റെ എല്ലാ ഭാഗവും ബ്ലാക്ക് കളർ. ആക്ച്വലി നമ്മളൊരു നെഗറ്റീവ്, ആരാ പറഞ്ഞ നെഗറ്റീവ് ആണെന്നുള്ളത്? അല്ല, പൊതുവെ ബ്ലാക്കിന് അങ്ങനെ നമ്മള് പണ്ട് മുതലേ ആളുകള് നമ്മള് നിറങ്ങളുടെ പേരില് ആളുകളെ വേർതിരിക്കാറുണ്ട്. ഇപ്പൊ കറുത്ത നിറമുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക, വെളുത്ത ആൾക്കാരാണ് കുറച്ചുകൂടെ കൂടിയ ആൾക്കാര് എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. മനസ്സിന്റെ കറുപ്പാണ് വെളുത്ത നിറമുള്ള ആൾക്കാർ പോലും പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് കവിഭാവന. നമ്മൾ കൊടുത്തതല്ല, ഈ നിറങ്ങളൊക്കെ നമ്മൾ കൊടുത്തതാണ്. ഇതിനെ ബ്ലാക്ക് എന്നാണെന്നും അത് കൊള്ളിയല്ല എന്ന് മനസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ തലമുടി എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, അത് കറുത്ത തലമുടിയല്ലേ അല്ലേ? നമ്മുടെ കണ്ണിനകത്തെ കൃഷ്ണമണിയുടെ നിറം ബ്ലാക്ക് അല്ലേ? ഇനി CMYK എന്ന് പറയും, നമ്മളിപ്പോൾ ഇന്നും കാണുന്ന പ്രിന്റ് മീഡിയ, അതിൽ നമ്മൾ ഒത്തിരി ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്ത് വരികയല്ലേ? സിയാൻ, മെജന്ത, യെല്ലോ, ഈ 3 കളറുകൾ തുല്യമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? ബ്ലാക്ക് ആണ്. എക്സ്ട്രാ ഒരു ഒരു ബ്ലാക്കും കൂടെ അടിച്ചിട്ടാണ് അതിൻ്റെ ഷാർപ്പൻ ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് കളർ, ഇപ്പം ഞാൻ എപ്പോഴും ഇടുന്നത് ബ്ലാക്ക് കളറാണ്. എൻ്റെ പെർഫോമൻസിനകത്ത് ബ്ലാക്ക് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കളർ ബ്ലാക്ക് ആണ്. ഇപ്പം ഈ വീടിന് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരുന്നു ഇടാൻ ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ പാർട്ണറും ഞാനുമായിട്ടുള്ള ഡിസ്കഷനകത്ത് 2 പേരുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കണമല്ലോ. പിന്നെ ബ്ലാക്ക് നമ്മുടെ കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. കാരണം ചെറിയ ചെറിയ പൊടികളുണ്ടെങ്കിൽ അപ്പം തന്നെ കാണും. ഇപ്പം എൻ്റെ കാറ് ബ്ലാക്ക് ആണ്. അപ്പം അതിന്റെ പുറത്തേക്ക് പൊടി വന്നാൽ അപ്പം കാണും. വെള്ള നിറത്തിലുള്ളതിന് അത്രയും ഈസി ആയിട്ട് കാണില്ല. ആ ഒരു പ്രാക്ടിക്കാലിറ്റിയെ വെച്ചിട്ടാണ് ഞാൻ പുറത്ത് പോയപ്പം, ഞാനൊരു സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഹൗസിനകത്ത് കയറി. അപ്പം അതിനകത്ത് നോക്കുമ്പോൾ അതുപോലെ ചെയ്യണം. പക്ഷെ അവിടുത്തെ കാലാവസ്ഥയും ക്ലൈമറ്റും ഒക്കെ വ്യത്യാസം. നമുക്ക് ഇവിടെ അത് പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ബ്ലാക്കിനെ മാക്സിമം ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ കയറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫോട്ടോസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റൂം ബ്ലാക്ക്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ബ്ലാക്ക് വീട് കണ്ടിട്ടില്ല, ബ്ലാക്ക് പെയിന്റ് അടിച്ച ഒരു വീട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തില് ഒന്നും അങ്ങനെ അറിയില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ ഇവിടുത്തെ പല പല കാലാവസ്ഥകളല്ലേ നമുക്കിങ്ങനെ മറഞ്ഞു. അതുകൊണ്ട് അത് ചെയ്യാത്തത്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ബ്ലാക്കിനെ ഒരു മരണവുമായിട്ടും നെഗറ്റിവിറ്റിയുടെ ഒക്കെ സിമ്പിൾ ആയിട്ട് ഏതൊക്കെയോ സമയങ്ങളിൽ ചെയ്തു വെച്ചു. പക്ഷെ ഞാൻ ബ്ലാക്ക് ഇടുള്ളൂ. എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. നമുക്ക് നിറത്തിന്റെ പേരിൽ നമ്മൾ ഒന്നിനെയും ചെറുതും വലുതും ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നതോടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസസ് അല്ലെ? കുറെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം അല്ലേ? അല്ല, ഭക്ഷണം കൂടെ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകും.
ഓക്കെ. നമ്മള് ഒരുപാട് വീട്ടിൽ പോയി ഹോം ടൂർ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് special ഇത്തരത്തിലൊരു ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ പിന്നെ ഈ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. താങ്ക് യു. നിങ്ങൾ വന്നതിലെ സന്തോഷം. നിങ്ങൾ വരാൻ കാണിച്ച മനസ്സിന് അതെ. അല്ല, നിങ്ങളുടെ ഡെഡിക്കേഷൻ അത്രയും നേരത്തെയൊക്കെ എണീറ്റ് നിങ്ങൾ എന്നാലും ഒരു 5 മണിക്ക് മുമ്പ് 5:00 ഒക്കെ എഴുന്നിട്ടുണ്ടാവില്ലേ? ഞങ്ങള് 5 മണിക്ക് എണീച്ചു. എണീറ്റ് കാക്കനാട് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ കലൂരുന്നാ വരുന്നത്. അപ്പൊ ഇവിടെ വരെ എത്തണമെങ്കിൽ എന്തായാലും 10-20 കിലോമീറ്റർ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതിൽ സന്തോഷം. ഡെഡിക്കേഷൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.